കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള 5 ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ 5 ടിപ്സും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓവറീനെയും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെയും ഒക്കെയാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തവർക്കും അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. സീഡ് സൈക്ലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സീഡ്സ് ആണ്. അതായത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, സെസമി സീഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണും രണ്ടാമത്തെ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ്. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അണ്ടം വളരുകയും നാച്ചുറലായിട്ട് പൊട്ടുകയും ചെയ്യുകയുള്ളൂ. അതിനുശേഷം എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് നിന്നിട്ട് പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിയേ തീരുള്ളൂ. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഈ സീഡ് സൈക്ലിങ്ങിന്റെ ഫസ്റ്റത്തെ ഫേസിൽ, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയം വരെയുള്ള ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സീഡ്സ് ഫ്ലാക്സ് സീഡും പംകിൻ സീഡുമാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ സീഡും സെസമി സീഡുമാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് 1 ടീസ്പൂൺ വീതം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായിട്ട് അണ്ടം വളർന്ന് അത് നാച്ചുറലി റപ്ചർ ആക്കി ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺസിനെ സജ്ജമാക്കിയിട്ട് നമ്മുടെ ബോഡിയെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീഡ് സൈക്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. സീഡ് സൈക്ലിങ്ങിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിജൂസ് വേൾഡ് സീഡ് സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീഡ് സൈക്ലിങ്ങിന് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ്സും അതുപോലെ പംകിൻ സീഡും ഒക്കെ നല്ല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റോസ്റ്റഡ് ആയിട്ടുള്ള ഈ സീഡ്സ് നമ്മളിപ്പോൾ ഷേക്സ് ഉണ്ടാക്കി കഴിക്കുമ്പോഴോ സ്മൂത്തീസ് ഉണ്ടാക്കി കഴിക്കുമ്പോഴോ അതിന്റെ മുകളിലോട്ട് ആഡ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ചില ആളുകൾക്ക് ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസോ അല്ലെങ്കിൽ ഷേക്സോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് 1 ടീസ്പൂൺ ഈ പംകിൻ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ശരീരത്തിൽ ഡബിൾ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഫേസിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള സീഡ്സ് മേടിച്ചിട്ട് അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സീഡ് സൈക്ലിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഉലുവ വെള്ളം എന്ന് പറയുന്നത്. ഗ്രാമ്പു വെള്ളത്തെ പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ വെള്ളം. കാരണം ഒരുപാട് പേര് ഉലുവ വെള്ളത്തിന്റെ ഒരു ടിപ്പ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല, ഉലുവക്ക് കയ്പായതുകൊണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, ഇത്തിരി കഴിച്ചാണെങ്കിലും എനിക്ക് പ്രഗ്നന്റ് ആയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഉലുവ എന്ന് പറയുന്നത്. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറവോ ഉലുവ എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം കുതിർത്തി വെക്കുക. ശേഷം ആ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് 1 ഗ്ലാസ് ആണെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡേ വരെ നിങ്ങൾ ഈ ഒരു ഉലുവ വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഉലുവ വെള്ളം പുരുഷനാണ് കുടിക്കുന്നതെങ്കിൽ സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനും സ്പേം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പ്രഗ്നന്റ് ആകണമെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ തന്നെ അവരുടെ എല്ലാവരുടെ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് വരണം. അതുകൊണ്ട് പുരുഷനും ഇത് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങളുടെ ഭർത്താവിനും ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സ്ത്രീകൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് PCOD ഉള്ള സ്ത്രീകൾക്കാണ് കേട്ടോ. അവരുടെ ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവരുടെ PCOD കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും വെയിറ്റ് ലോസിനും അതുപോലെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഒരുപാട് ഡിസ്ചാർജ് നമുക്ക് പ്രഗ്നന്റ് അല്ലെങ്കിലും പോകുന്ന അവസ്ഥ. ഇതുള്ളവർക്കും ഈ ഒരു ഉലുവ വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയുടെ ഹെൽത്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അണ്ടം കൃത്യമായി വളർന്ന് പൊട്ടി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓവറിയെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഉലുവ വെള്ളം സഹായിക്കുന്നു. അതുപോലെ ഓവറീസിൽ എന്തെങ്കിലും സിസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ആ സിസ്റ്റിന്റെ ആ ഒരു ലെവൽ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നതിനും ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഉലുവ വെള്ളം പ്രിപ്പയർ ചെയ്തിട്ട് മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഉണക്കമുന്തിരി വെള്ളം എന്ന് പറയുന്നത്. ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി നമ്മൾ മേടിച്ചതിന് ശേഷം കുതിർത്തിയിട്ടിട്ട് ആ വെള്ളം രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ
ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അണ്ടം കൃത്യമായിട്ട് വളർന്ന് നാച്ചുറലായിട്ട് അത് റപ്ചർ ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ഒരുപാട് പേർക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അനീമിയ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സെൽസിന്റെ അളവ് കുറയുക, റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറയുക കേട്ടോ. ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അനീമിക് ആവുന്ന സിറ്റുവേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു ഉണക്കമുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ്. പീരിയഡ്സ് ആകുന്ന സമയത്ത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു ഫ്ലോ കുറവാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ഉണക്കമുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ്. ഒരു 5-6 ഉണക്കമുന്തിരി എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളിത് കുതിർത്താനായിട്ട് വെക്കുക. ഉണക്കമുന്തിരി നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങളിത് കുതിർത്താനായിട്ട് വെക്കാൻ. കാരണം വൈറ്റ് കളറിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഒക്കെ അതിലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പിന്നെ ഇത് കുതിർത്തിയതിനു ശേഷം ആ വെള്ളം പിന്നെയും കളഞ്ഞിട്ട് നിങ്ങൾ കഴുകിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുതിർത്തിയതിന് ശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർത്താനായിട്ട് പറയുന്നത് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളത് കുതിർത്താനായിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം ഉൾപ്പെടെ ഉണക്കമുന്തിരി നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 ഉണക്കമുന്തിരി കുതിർത്താനായിട്ട് വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അതിന്റെ സത്ത് മൊത്തം ആ വെള്ളത്തിലോട്ട് കിട്ടില്ല. നല്ല ടേസ്റ്റ് ഉള്ള വെള്ളമാണ് ഉണക്കമുന്തിരി വെള്ളം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ് കാസ്റ്റർ ഓയിൽ മസാജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫലോപ്പിയൻ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു മസാജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അണ്ടം കൃത്യമായിട്ട് വളരാത്ത ആളുകൾക്കും കാസ്റ്റർ ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആവണക്കെണ്ണ നമുക്ക് ആയുർവേദ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ സ്റ്റോറുകളിൽ നിന്നും മേടിക്കാൻ പറ്റുന്നതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് അത് കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ വയറിനകത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് ശരീരത്തിന്റെ ആ ഒരു പൊക്കിളിന് താഴെയുള്ള ഭാഗത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക. പൊക്കിളിന് നേരെയുള്ള സൈഡിലുള്ള ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചില്ലുകുപ്പിക്ക് അത് കുറച്ച് ചൂടുവെള്ളം നിറച്ചിട്ടോ നല്ലതുപോലെ അങ്ങോട്ട് എല്ലാ ഭാഗത്തോട്ടും അങ്ങനെ പിടിച്ച് പോകുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും അണ്ടത്തിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളരുന്നതിനും എന്തിനാ പറയുന്നത് ഓവറോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇത് നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട. ഒരുപാട് പേര് ഈ ഒരു ടിപ്പ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാവുന്നതാണ്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാതെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരുപാട് ദേഹമൊന്നും അനങ്ങാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. കാരണം നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മിക്സി വർക്ക് ചെയ്യും, വാഷിംഗ് മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അലക്കും കിട്ടും. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമുക്ക്. ഒരുപാട് മുറ്റം അടിക്കേണ്ട, ഒരുപാട് അങ്ങനെ അടിച്ചു വാരേണ്ട, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട്. നമ്മുടെ അമ്മയൊക്കെ ജോലി ചെയ്ത പോലെയല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹം അനങ്ങുന്നതും ലോവർ അബ്ഡോമൻ പോർഷൻ അനങ്ങുന്നതും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ടിഷ്യൂസ് ഉണ്ടാവുന്നതിനും അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കുറവായിട്ട് നടക്കുന്നതിനും ഒക്കെ അത് കാരണമാവുന്നു. ഇതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യണം. വെറുതെ വെയിറ്റ് ലോസ് എക്സസൈസ് ചെയ്താൽ പോലെ ഫെർട്ടിലിറ്റി എക്സസൈസ് തന്നെ ചെയ്യണം. വെയിറ്റ് ലോസ് എക്സസൈസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓവറീസ്, ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ യൂട്രസ്, സെർവിക്സ്, വജൈന ഈ പോർഷനിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഫെർട്ടിലിറ്റി എക്സസൈസുകളിൽ പെടുന്നവയാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മാലാസന, ബാലാസന, ബ്രിഡ്ജ് പോസ്, അങ്ങനെ ഒരുപാട് എക്സസൈസ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. സെർച്ച് ബാറിൽ ടീച്ചേഴ്സ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഹോം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ കാണും. അത് നിങ്ങൾ നീക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷനും കാണാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റിനകത്ത് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ അതിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഫെർട്ടിലിറ്റി എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും നടക്കാനെങ്കിലും നിങ്ങൾ പോവുക. അരമണിക്കൂറെങ്കിലും 2 നേരവും നിങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓരോ എക്സസൈസും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ഏത് മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലോ ഏത് ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ്. അത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.